ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഏത്തക്കയുടെ തൊലി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ചിപ്സ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത കായയുടെ തൊലിയാണ് കേട്ടോ. ഇത് ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ചെടുത്ത് ഞാൻ നമ്മുടെ തോരത്തിന് അരിയുന്നത് പോലെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം വെച്ചേക്കണം, അപ്പോഴേ അതിലുള്ള കറകളൊക്കെ പോവുള്ളൂ. നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 വെള്ളം കഴുകി ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ നമുക്കത് തോന്നു കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഞാൻ പയർ വെച്ചും ഉണ്ടാക്കി കേട്ടോ. ചെറുപയർ വെച്ചുണ്ടാക്കി, അതും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കുന്നുണ്ടേ. അതിനുശേഷം വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ആ സമയം കൊണ്ട് കുറച്ച് ഒരു പിടി തേങ്ങയും ജീരകം, ഞാൻ ഇത് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി, 2 കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ ഞാൻ ഈ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പിൽ കൂടെ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഇതാ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തിട്ടാൽ മാത്രം മതി. ഒന്ന് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് ചെറിയ ഉള്ളി ഇടുക, 2 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സാധാരണ കടുക് വറുക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലെ ടേസ്റ്റുള്ള ഒരു തോരൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലും കളയരുത്, ഏത്തക്കയുടെ തൊലി കളയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ താളിക്കാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വേഗം വേവും കേട്ടോ, അധികം വേവൊന്നുമില്ല. പയർ കൂടെ ആണെങ്കിൽ പയറൊന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഇതിൽ കൂടെ ഇട്ട് ഒന്ന് തോരൻ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഉള്ളിയിട്ട് വേവിച്ചതിൻ്റെ വീഡിയോ ആണ് എടുത്തത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പയറിട്ട് വേവിച്ചതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ, സീ യു.